പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ദൈവകൃപയാൽ സുഖമായും സൗഖ്യമായും ഇരിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് തികച്ചും സന്തോഷം എന്ന് കരുതുവിൻ. പ്രൈസ് ലോർഡ്. യാക്കോബ് എഴുതിയ ലേഖനത്തിന് യാക്കോബ് നമ്മളോട് പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ വിവിധ പരീക്ഷകൾ വരുമ്പോൾ, പല വിധത്തിലുള്ള ശോധനകൾ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ്, അത് നമ്മുടെ വിശ്വാസത്തിനുണ്ടാവുന്ന ഒരു പരിശോധനയാണ്. അതിൽ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനായിട്ട്, അതായത് വിശ്വാസത്തിൽ സ്ഥിരത വരുത്താനായിട്ട്, അതിൽ കുറച്ചുകൂടി നമുക്ക് കർത്താവിനോട് അടുക്കുവാനും, കുറച്ചുകൂടി നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാനും, കുറച്ചുകൂടി കർത്താവിൽ ഉറപ്പിക്കുവാനും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടി പുതുക്കി നമുക്കത് കുറച്ചു ശക്തമായിട്ട് മുന്നോട്ട് കർത്താവിനോട് അടുത്ത് ജീവിക്കുവാനും അത് നമ്മളെ സഹായിക്കുന്നു എന്ന് നമ്മൾ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ടും നമ്മളുടെ മനസ്സുകളെ ഓരോന്നും ഓരോ ദിവസവും മനസ്സ് പുതുക്കി അതിനെ രൂപാന്തരം വരുത്തത്തക്ക രീതിയിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് ഇവിടെ യാക്കോബ് നമ്മളോട് പറയുന്നത്. അങ്ങനെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് തികച്ചും സന്തോഷം എന്ന് കരുതുവിൻ. ഇത് പറയുവാനും വായിക്കുവാനും ഈസിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പരിശോധന വരുമ്പോൾ, വിശ്വാസത്തിന്റെ ശോധന വരുമ്പോൾ, ആ പരിശോധനയിൽ നമുക്ക് സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങുവാൻ, സന്തോഷത്തോടെ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധനയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരത വരുത്തുവാനും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഒരു ഭാഗ്യമാണ് എന്ന് കരുതി അതിനെ നമ്മൾ തികച്ചും സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പറയുവാൻ ഈസി ആണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ യാക്കോബ് നമ്മളെ ഉപദേശിക്കുകയാണ്, അത് എത്രയും നമുക്കതങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നു, അത് എത്രയും നല്ലത് ആണ് എന്നാണ് നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. ആ യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവികിരീടം പ്രാപിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ അത് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം വരത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ സ്ഥിരപ്പെടുത്താൻ, നമ്മളെ വിശ്വാസത്തിൽ ഒന്ന് ഉറപ്പിക്കാനാണെന്ന് പറഞ്ഞ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കണം. സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ക്രോണിക് ആർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് വന്നെന്ന്. അത് ഏകദേശം ഒരു 7-8 മാസം എൻ്റെ ജീവിതത്തിൽ നിന്നു. പ്രൈസ് ലോർഡ്. അത് ആ ജീവിതത്തിൽ വന്നപ്പോൾ അത് എൻ്റെ ശരീരത്തിൽ ആ സ്കിൻ റാഷസ് ആയിട്ട് വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് അതെനിക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ കർത്താവിനെ സഹായിച്ചത്. ആദ്യ ദിവസങ്ങളിലൊക്കെ കർത്താവെ എന്തു പറ്റി ഇതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ടയേർഡായ ദിവസങ്ങൾ. അപ്പൊ അത് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തിൽ അതിനെ ആസ്വദിക്കുവാൻ നമുക്ക് ദൈവികമായ കൃപ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ദൈവികമായ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കാനാണ്, അത് നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാണ്, എൻ്റെ യേശുപ്പച്ചനോട് എനിക്ക് ഒന്നുകൂടി അടുക്കാനാണെന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, ആ ജീവിതത്തിന്റെ ആ സ്ഥിരത, ആ ജീവിതത്തിലെ പരിശോധന വരുമ്പോൾ, അത് വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരത വരുത്തുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് കർത്താവ് നമ്മൾക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് നമുക്ക് പല രീതിയിലായിരിക്കാം. ഒരു അസുഖങ്ങൾ മാത്രമാവണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാം. നമുക്ക് ഓൾ ഓഫ് എ സഡൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരെ നഷ്ടമാകുന്നതാകാം, അല്ലെങ്കിൽ അവരുടെ വിയോഗമായിരിക്കാം. നമ്മളെ വിട്ട് അവർ നമ്മളിൽ നിന്ന് അങ്ങ് അകന്നു അങ്ങ് ദൂരെ നിത്യതയിലേക്ക് മാറിപ്പോകുന്നതാവാം. അങ്ങനെ പല അവസ്ഥകളായിരിക്കാം. നമുക്കത് സഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലരും പറയും, ജീവിതത്തിൽ ഒരു ക്യാൻസർ വരുന്നതോ, അല്ലെങ്കിൽ ക്യാൻസറിന്റെ രോഗസൗഖ്യം വന്നതോ, അല്ലെങ്കിൽ ഒരു ക്രോണിക് ആർട്ടിക്കേറിയയ്ക്ക് സൗഖ്യം വരുന്നതോ അതൊന്നും അല്ല വലിയ കാര്യമെന്ന് ജീവിതത്തിൽ. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരിക്കലും പ്രിയ മക്കളെ പറയരുത്. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ ശോധന വരുമ്പോൾ അത് എല്ലാം വലുതാണ്.
സകലതും വലുതാണ്. പക്ഷേ എല്ലാറ്റിനും ഉപരിയിൽ നമ്മൾ ദൈവമക്കളാണ്. യേശുപ്പച്ചനിൽ വിശ്വസിച്ച്, നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ച്, നമ്മൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പിന്നെ ക്രിസ്തുവിനെയാണ് ധരിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ക്രൂശിൽ മരിക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതാണ് ഏറ്റവും വലിയ രക്ഷ. അതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ഈ വരുന്ന കൊച്ചു കൊച്ചു പരിശോധനകളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഓരോന്ന് വരുമ്പോൾ അത് നമുക്ക് ജീവന്റെ കിരീടമാണ് തരാൻ പോകുന്നത്. അത് മഹത്തേറിയ സന്തോഷമാണ്. പക്ഷേ അത് കടന്നു പോകുമ്പോൾ അത് നിസ്സാരമെന്ന് നമുക്ക് തള്ളിക്കളയുവാൻ, നിസ്സാരമാണത് എന്ന് നമുക്ക് ആരെയും കുറിച്ച് പറയുവാൻ ഒരിക്കലും അവകാശമില്ല. അത് കടന്നു പോകുന്ന ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ വേദന എന്തുമാത്രം വലുതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ക്യാൻസർ രോഗത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. എനിക്കറിയാം അതിന്റെ വേദന എത്രമാണ്. ആ രോഗത്തിന്റെ വേദനയല്ല, ആ ഒരു അസുഖം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ അത് മാനസികമായി എന്തുമാത്രം നമ്മളെ വേദനിപ്പിക്കുന്നു എന്നുള്ള ഒരു വേദന ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെയും അനുഭവങ്ങളെ നിസ്സാരമെന്ന് നമ്മൾ ഒരിക്കലും എണ്ണരുത്. അത് അവരവരുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് താങ്ങുവാൻ പറ്റുന്ന പരീക്ഷണങ്ങളും പരിശോധനകളുമേ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ വരാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അതിന്റെ യാക്കോബിന്റെ പുസ്തകം 1:12 വാക്യത്തിൽ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. അപ്പം ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ നിസ്സാരമാണോ? അല്ല. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അവന് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവന്റെ കിരീടമാണ് കിട്ടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പരീക്ഷണത്തിലൂടെ കടന്നു ഉണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിങ്ങൾക്ക് വേണ്ടി ജീവന്റെ കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുക. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് താങ്ങുന്നതിന് അപ്പുറമായിട്ട് ഒന്നും ആരുടെയും ജീവിതത്തിൽ യഹോവ നൽകത്തില്ല. ഒരിക്കലും അത് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവമക്കളാണ്, സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേരുവാൻ കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും നമ്മൾ പ്രമാണിക്കുന്നവരാണ്, നമ്മൾ അനുസരിക്കുന്നവരാണ്. കർത്താവിനെ ഏറ്റവും അനുഗ്രഹത്തോടെ, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നമ്മൾ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരും ആണെങ്കിലും, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നവരാണെങ്കിലും, എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ സഹോദരനെ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം വൃഥാവാണ്. സകലതും വൃഥാവാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആരെ ദുഷിക്കുകയോ വിധിക്കുകയോ ചെയ്യുവാനുള്ള അവകാശം നമുക്കില്ല. ഓരോരുത്തരുടെ അനുഭവങ്ങളും എല്ലാവരുടെ അവനവന്റെ അനുഭവങ്ങൾ അവനവന് ഏറ്റവും വലുത് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ആരെയും തന്റെ സഹോദരനെ ദുഷിക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ തന്നെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യണം. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല. നമ്മൾ എത്ര പ്രമാണങ്ങളെ പാലിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ സഹോദരനെ ദുഷിക്കുന്നുണ്ടെങ്കിൽ നീ ന്യായപ്രമാണത്തെ ദുഷിക്കുന്നതിന് തുല്യമാണ്. ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല എന്നാണ് പറയുന്നത്, വിധിക്കുന്നവനത്രേ. അങ്ങനെ ഒരു വ്യക്തി ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും. ആരാണ് ന്യായം വിധിക്കേണ്ടവൻ? നമ്മുടെ കർത്താവ് ഒരുവനേ ഉള്ളൂ. രക്ഷിക്കുവാനും നശിപ്പിക്കുവാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിക്കുവാൻ നീ ആർ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒറ്റ മനുഷ്യരെ വിധിക്കുവാനോ ദുഷിക്കുവാനോ നമുക്ക് അവകാശമില്ല. നമ്മൾ ദൈവമക്കൾ എന്ന് നമ്മൾ അവകാശപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ആരെയും വിധിക്കുവാൻ
നമുക്ക് അവകാശമില്ല. ആരെയും ദുഷിക്കുവാൻ നമുക്ക് അവകാശമില്ല. നീ ആരെയും വിധിക്കുകയോ ദുഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ ആ വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും. കാരണം വിധിക്കുവാനുള്ള ന്യായാധിപതി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ പിതാവായ ദൈവമാണ്. അതുകൊണ്ട് കൂട്ടുകാരനെ വിധിക്കുവാൻ നീ നമുക്ക് ഒരു യോഗ്യതയുമില്ല നമ്മുടെ കൂട്ടുകാരനെ വിധിക്കുവാൻ യോഗ്യനായവൻ നമ്മുടെ പിതാവായ ദൈവം മാത്രമാണ്. അതുപോലെ തന്നെ യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അത് ഈ സെയിം പറഞ്ഞ പോലെ വിധിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഭക്തനാണ്, ഈ പ്രസംഗിക്കുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ഈ വ്യക്തി, ഞാൻ ഈ പറയുന്ന സെയിം നാവ് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിധിക്കുകയും ദുഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ നാവിനെ കടിഞ്ഞാണിടാതെ എൻ്റെ നാവിന് ഒരു ലൈസൻസും കൊടുക്കാതെ ഒരു റെസ്ട്രിക്ഷനും വെക്കാതെ ഞാൻ വെറുതെ എൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അതിനത് ഒരു അർത്ഥവുമില്ല, എൻ്റെ ഭക്തി കൊണ്ട് ഒരു അർത്ഥവുമില്ലെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണ് ദൈവമക്കൾ ഓരോരുത്തരും നമ്മുടെ നാവിനെ വളരെ ശ്രദ്ധയോടെ നമ്മൾ യൂസ് ചെയ്യണം. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അങ്ങനെ ഞാൻ ഭക്തനാണ് അല്ലെങ്കിൽ ഞാൻ ഭക്തിയുള്ളവളാണെന്ന് നിരൂപിച്ചാൽ ആ ഭക്തി വെറുതെയാണെന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. അതോടൊപ്പം തന്നെ റോമർക്ക് എഴുതിയ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഉപദേശിക്കുകയാണ് വിശുദ്ധ വചനത്തിലൂടെ. നമ്മുടെ സഹോദരനെ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ആ വിധിയാൽ നമ്മളും നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നമ്മളും വിധിക്കപ്പെടും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ നാം ഉറച്ചുകൊള്ളുവിൻ. സഹോദരന് തടസ്സമുള്ള, സഹോദരന് ഇടർച്ച വരുത്തുന്ന ഒരു കാര്യവും നമ്മുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടരുത്. നമ്മളുടെ സൈഡിൽ നിന്ന് ഒരിക്കലും നമ്മുടെ സഹോദരന്, നമ്മുടെ നമ്മുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ പിറന്ന സഹോദരർ മാത്രമല്ല, നമ്മുടെ കൂടെ ആരാധിക്കുന്ന സഹോദരന്മാര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരന്മാര്, നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയലോക്കക്കാരായ സഹോദരന്മാര്, അത് ആരെങ്കിലും ആട്ടെ, ഏതെങ്കിലും രാജ്യക്കാരായിക്കോട്ടെ, ഏതെങ്കിലും വ്യക്തികളായിക്കോട്ടെ, ആരുമായാലും നമ്മുടെ കൂടെ ആരാധിക്കുന്നവരുണ്ടല്ലോ സഹോദരന്മാര്, അങ്ങനെ പലരുണ്ട് സഹോദരന്മാരെ. അവർക്ക് തടസ്സമായിട്ട്, അവർക്ക് ഇടർച്ചയുള്ള ഒന്നും നമ്മൾ ചെയ്യരുത്, അവരെ വിധിക്കരുത്, അവരെ ദുഷിക്കരുത്. നമ്മുടെ സഹോദരന്മാർക്ക് ഇടർച്ച വരുത്തുന്ന ഒന്നും നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ നമുക്ക് അനുവാദമില്ല. ദൈവമക്കൾക്ക് അതിന് അനുവാദമില്ല. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ പുസ്തകം 14:21 പറയുന്നു, സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെ ഇരിക്കുന്നത് നല്ലത്. സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും വരുത്തല്, അവന്റെ വിശ്വാസത്തെ കുറച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന ഒന്നും എന്നിൽ നിന്ന് പുറപ്പെടരുത്. അത് ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെല്ലാം ന്യായപ്രമാണത്തിന് എതിരാണ്. ന്യായപ്രമാണത്തിനെ അങ്ങനെ വിധിക്കുകയും ദുഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ന്യായപ്രമാണത്തിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വചനം നമ്മളിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മീഖായുടെ പുസ്തകം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഭക്തന്മാർ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. അങ്ങ് ദൈവമക്കളായിട്ടുള്ളവര് വിശ്വാസ പ്രമാണങ്ങൾ സകലതും പ്രമാണിച്ച്, സകല ന്യായപ്രമാണങ്ങളും പാലിച്ച്, സകല പുതിയ നിയമ കൽപ്പനകളെയും പാലിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ നാവിനെ കടിഞ്ഞാണിടാതെയും നമ്മുടെ നാവിൽ നിന്നും നമ്മൾ ദുഷിക്കുകയും വിധിക്കുകയും ഇടർച്ച വരുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സകല ഭക്തിയും വ്യർത്ഥമത്രേ എന്നാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മീഖായുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, ഭക്തന്മാർ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി, മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. മനുഷ്യരുടെ ഇടയിൽ നേരുള്ളവൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ ആരുമില്ല. നമ്മുടെ ദൈവമായ
പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. ആമേൻ, സ്തോത്രം. അതിനാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. നമ്മൾ വിവിധ പരീക്ഷകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒരിക്കലും പ്രയാസപ്പെടുകയും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. പറയുവാൻ ഈസി ആണെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പരിപൂർണമായി കർത്താവിങ്കിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എൻ്റെ മേലിട്ട് കൊള്ളുക, ഞാൻ അതിന് പോംവഴി തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം തന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വേദനകളും, എല്ലാ പ്രയാസങ്ങളും കർത്താവിങ്കിൽ ഭരമേൽപ്പിക്കുക. ആമേൻ. സന്തോഷത്തോടെ പരീക്ഷണങ്ങളെ ഏറ്റെടുക്കുക, പരിശോധനകളെ ഏറ്റെടുക്കുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ, സ്തോത്രം. അവസാനം നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീട അവർ പ്രാപിക്കും. പ്രിയ ദൈവമക്കളെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.